തിരുവനന്തപുരത്ത് 10ാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ചതായി പരാതി. പ്രതി തിരുവനന്തപുരം വെടിവെച്ചാങ്കോവിൽ സ്വദേശി സദ്ദാം ഹുസൈൻ അറസ്റ്റിൽ. 2 പോക്സോ കേസുകളിൽ പ്രതിയാണ് സദ്ദാം ഹുസൈൻ. അച്ഛന്റെ സുഹൃത്തെന്ന വ്യാജേന കുട്ടിയെ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. വിവരങ്ങളുമായി VS അനുരാഗ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അനുരാഗ്, വിശദാംശങ്ങൾ. 24-ാം തീയതി രാവിലെ സ്കൂളിൽ പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെൺകുട്ടിയും സഹോദരനും വഴിയിലൂടെ നടന്ന് സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്ത് പ്രതി ബൈക്കിലെത്തി. ഈ കുട്ടികളുടെ അച്ഛന്റെ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ബൈക്കിൽ സ്കൂളിലേക്ക് ആക്കാം എന്ന് പറഞ്ഞാണ് ഈ കുട്ടികളെ ബൈക്കിലേക്ക് കയറ്റുന്നത്. പിന്നീട് പകുതി വഴിയിൽ ഈ സഹോദരനെ ഇറക്കി നിർത്തുകയും മിഠായി വാങ്ങി വരാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയുമായി ബൈക്കിൽ പോവുകയായിരുന്നു. ഈ പോകുന്ന വഴിക്കാണ് ആളൊഴിഞ്ഞ ഇടത്ത് വെച്ച് പെൺകുട്ടിയെ ഈ പ്രതി പീഡിപ്പിച്ചത്. അതിനുശേഷം തിരികെ എത്തുകയും സഹോദരനെയും ബൈക്കിൽ കയറ്റി സ്കൂളിൽ വിടുകയായിരുന്നു. പിന്നീടാണ് പെൺകുട്ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. അതിനെ തുടർന്നാണ് പരിശോധനയിലാണ് ഇങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. പ്രതിയെ ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് തുമ്പ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെടിവച്ചാങ്കോവിൽ സ്വദേശി സദ്ദാം ഹുസൈനാണ് പ്രതി. ഇയാൾ നേരത്തെ 2 പോക്സോ കേസിൽ പ്രതിയാണ്. കരുനാഗപ്പള്ളിയിലും പന്തളത്തും പോക്സോ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇപ്പോൾ ഈ പ്രതി. അറസ്റ്റിലായ സദ്ദാം ഹുസൈൻ എന്തായാലും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒറ്റ കാര്യം കൂടി, അതായത് ഈ അച്ഛൻ്റെ സുഹൃത്താണ് എന്ന് പരിചയപ്പെടുത്തിയാണ് ഈ കുട്ടികളെ ഇയാൾ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇയാൾ ഈ കുട്ടികളെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഈ കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി ഇതിനു മുൻപ് ഇയാളുടെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നതായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നില്ല. ഇന്ന് അല്പസമയം മുൻപാണ് ഈ പ്രതിയെ പിടികൂടി കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ഗൗതം ചോദിച്ചതുപോലെ തന്നെ ഈ സ്ഥിരമായി കുട്ടികൾ ഈ വഴിയിലൂടെ സ്കൂളിൽ പോകുന്നത് ഈ പ്രതി നോക്കി വച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛന്റെ തന്നെ സുഹൃത്താണോ ഈ പ്രതി? നേരത്തെ തന്നെ കുട്ടികളെ പരിചയമുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ വഴിയിലൂടെ പോകുന്ന സമയത്ത് കുട്ടികളെ ശ്രദ്ധയിൽപ്പെട്ടതാണോ? അതിനടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഉണ്ട്. എന്തായാലും അതിലെല്ലാം ഉത്തരം കണ്ടെത്തണമെങ്കിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ 24-ാം തീയതി. പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അനുരാഗാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.